അയാൾ ശ്രദ്ധയോടെ പച്ചക്കറികൾ അരിഞ്ഞു. മുന്നിലുള്ള സുന്ദരിയായ സ്ത്രീയെ അവഗണിച്ചു. പാഴ്സ്ലിയും പാസ്തയും വെളുത്തുള്ളിയുടെയും കുരുമുളകിന്റെയും ഒലിവ് ഓയിലിന്റെയും സുഗന്ധം കലർത്തി. അതിമനോഹരമായി പാചകം ചെയ്ത ഭക്ഷണം അയാൾ വിളമ്പി. എന്നിട്ട് അവിടെ നിന്ന് നടന്നുപോയി. അതായിരുന്നു അയാളുടെ ഉറച്ച അഭിനിവേശം. അവൻ ഒരു മികച്ച പാചകക്കാരനായിരുന്നു. ഓരോ വിഭവത്തിലും പൂർണ്ണതയിലെത്താൻ അയാൾ ശ്രമിച്ചു. ഒരു പ്രശസ്തമായ 5 സ്റ്റാർ റെസ്റ്റോറന്റിലെ ഹെഡ് ഷെഫായിരുന്നു അയാൾ. പക്ഷേ തിരക്ക് കാരണം അയാൾ ഒരു യന്ത്രത്തെപ്പോലെ ജോലി ചെയ്തു. അത് അയാളെ സമ്മർദ്ദത്തിലാക്കി. അയാളുടെ ബോസിനോടുള്ള ദേഷ്യമായിരുന്നു ഇതിന്റെ കാരണം. ബോസിന് പണം മാത്രമാണ് ഇഷ്ടം. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വിഭവങ്ങൾ പാചകം ചെയ്യാൻ മാത്രമാണ് അയാൾ ആവശ്യപ്പെട്ടത്. ഒരു ദിവസം ഒരു പ്രശസ്ത ഭക്ഷണ നിരൂപകൻ അവലോകനത്തിനായി റെസ്റ്റോറന്റിൽ വന്നു. പുതിയ വിഭവങ്ങൾ പരീക്ഷിക്കാനുള്ള അവസരമാണിതെന്ന് പാചകക്കാരൻ കരുതിയെങ്കിലും ബോസ് അത് നിരസിച്ചു. ഒടുവിൽ അയാൾക്ക് സിഗ്നേച്ചർ വിഭവങ്ങൾ തന്നെ ഉണ്ടാക്കേണ്ടി വന്നു. ഭക്ഷണം കഴിച്ച ശേഷം നിരൂപകൻ ഓൺലൈനിൽ ഒരു മോശം അവലോകനം എഴുതി. പാചകക്കാരന് ഒരു കഴിവുമില്ലെന്നും അയാൾ പറഞ്ഞു. ഇത് വായിച്ചപ്പോൾ പാചകക്കാരൻ നിരൂപകനെ ശകാരിച്ചു. ആളുകൾക്ക് ഈ വഴക്ക് കാണാൻ താൽപര്യമുള്ളതുകൊണ്ട് പാചകക്കാരൻ നിരൂപകനെ റെസ്റ്റോറന്റിലേക്ക് വെല്ലുവിളിച്ചു. ഈ പോരാട്ടത്തിനായി ചെമ്മീൻ, റോസ്റ്റ് ബീഫ്, സ്റ്റഫ്ഡ് പ്രാവ് എന്നിവയുൾപ്പെടെ നിരവധി പുതിയ വിഭവങ്ങൾ അയാൾ ഉണ്ടാക്കി. പക്ഷെ ബോസ് വീണ്ടും വന്ന് സിഗ്നേച്ചർ വിഭവങ്ങൾ മാത്രം പാചകം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഇത്തവണ അയാൾ എതിർത്തു. ദേഷ്യത്തിൽ ജോലി ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോയി. നിരൂപകൻ ഇത് കേട്ടപ്പോൾ അയാൾ ഒളിച്ചോടിയെന്ന് പറഞ്ഞ് പരിഹസിച്ചു. ദേഷ്യം വന്ന അയാൾ റെസ്റ്റോറന്റിലേക്ക് ഓടിച്ചെന്ന് നിരൂപകനോട് തട്ടിക്കയറി അയാളുടെ കേക്ക് തകർത്തു. അതോടെ അയാളുടെ ജീവിതം താറുമാറായി. ജോലി പോയി. ദേഷ്യപ്പെട്ട വീഡിയോ ഓൺലൈനിൽ പ്രചരിച്ചു. ഒരു റെസ്റ്റോറന്റിനും അയാളെ ജോലിക്കെടുക്കാൻ താൽപര്യമില്ലായിരുന്നു. അയാളുടെ കാമുകി പോലും ഉപേക്ഷിച്ചു. ധനികയായ മുൻ ഭാര്യ ഒരാഴ്ച അവരുടെ മകനെ നോക്കാൻ അയാളോട് ആവശ്യപ്പെട്ടു. ഇത് കേട്ടപ്പോൾ അയാൾക്ക് സമ്മതമായി. ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ മുൻ ഭർത്താവിന്റെ ഉപയോഗിക്കാത്ത ഫുഡ് ട്രക്ക് മകന്റെ അമ്മ സൂചിപ്പിച്ചു. അത് കടമെടുക്കാൻ പാചകക്കാരനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അയാൾ അവളുടെ മുൻ ഭർത്താവിനെ കാണാൻ പോയി. സുന്ദരനായ അയൺമാൻ. പരിഹാസങ്ങൾക്ക് ശേഷം അയൺമാൻ ഒടുവിൽ ഫുഡ് ട്രക്ക് അയാൾക്ക് നൽകി. അങ്ങനെ ആ മനുഷ്യന്റെ തെരുവ് ഭക്ഷണയാത്ര ആരംഭിച്ചു.